ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കായികത്തെക്കുറിച്ചുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പം നമുക്ക് നോക്കാം. ചോദ്യം 1. ഒളിമ്പിക്സിൽ മെഡൽ നേടാനായി കേരളത്തിലെ താരങ്ങളെ സജ്ജമാക്കാനായി ആരംഭിച്ച പദ്ധതി ഏത്? ഉത്തരം ഓപ്പറേഷൻ ഒളിമ്പിയ. ചോദ്യം 2. ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? ഉത്തരം ഓഗസ്റ്റ് 29. ചോദ്യം 3. കായിക കേരളത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം GV രാജ. ചോദ്യം 4. കേരളത്തിൽ സംസ്ഥാന കായിക ദിനമായി ആചരിക്കപ്പെടുന്ന ദിവസം ഏത്? ഉത്തരം ഒക്ടോബർ 13. ചോദ്യം 5. ആരുടെ ജന്മദിനമാണ് സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത്? ഉത്തരം GV രാജയുടെ. ചോദ്യം 6. 11 കായിക ഇനത്തിൽ സംസ്ഥാനത്തെ മികച്ച കായിക താരങ്ങളെ കണ്ടെത്തി അത്യാധുനിക അടിസ്ഥാന സൗകര്യങ്ങളും വിദേശ പരിശീലകരുടെ സേവനവും നൽകി പരിശീലിപ്പിക്കാനും അന്താരാഷ്ട്ര മത്സരങ്ങളിലെ എക്സ്പോഷർ നേടിക്കൊടുക്കാനും ലക്ഷ്യമിടുന്ന പദ്ധതി? ഉത്തരം ഓപ്പറേഷൻ ഒളിമ്പിയ 2020-24. ചോദ്യം 7. കേരളത്തിൽ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം കൊച്ചി. ചോദ്യം 8. കേരളത്തിലെ ഏറ്റവും ആധുനിക സ്റ്റേഡിയമായ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം എവിടെയാണ്? ഉത്തരം കാര്യവട്ടം, തിരുവനന്തപുരം. ചോദ്യം 9. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം എവിടെയാണ്? ഉത്തരം കൊല്ലം. ചോദ്യം 10. കേരളത്തിലെ ഏറ്റവും മികച്ച പുരുഷ വനിതാ കായിക താരങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ഉയർന്ന കായിക ബഹുമതി ഏത്? ഉത്തരം GV രാജ അവാർഡ്. ചോദ്യം 11. 1992 സ്ഥാപിക്കപ്പെട്ട കേരളത്തിലെ ഏക സ്പോർട്സ് മെഡിസിൻ സെന്റർ ഏത്? ഉത്തരം രാജീവ് ഗാന്ധി സ്പോർട്സ് മെഡിസിൻ സെന്റർ. ചോദ്യം 12. ദേശീയ അന്തർദേശീയ കായിക രംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകി സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തികൾക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം ഏത്? ഉത്തരം ഒളിമ്പ്യൻ സുരേഷ് ബാബു മെമ്മോറിയൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. ചോദ്യം 13. രാജീവ് ഗാന്ധി സ്പോർട്സ് മെഡിസിൻ സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം തിരുവനന്തപുരം. ചോദ്യം 14. രാജ്യത്തെ ദേശീയ കായിക നയം അഥവാ നാഷണൽ സ്പോർട്സ് പോളിസി പ്രഖ്യാപിച്ച വർഷമേത്? ഉത്തരം 2001. ചോദ്യം 15. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മികവ് പുലർത്തുന്ന കായിക താരങ്ങളെ സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്ന സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ട വർഷമേത്? ഉത്തരം 1984. ചോദ്യം 16. നേതാജി സുഭാഷ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം പാട്ടിയാല. ചോദ്യം 17. കേരളത്തിൽ എവിടെയാണ് ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കാര്യവട്ടം, തിരുവനന്തപുരം. ചോദ്യം 18. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ 100ാം വാർഷികത്തിൽ 1957 ഗോളിയാറിൽ സ്ഥാപിച്ച കായിക പരിശീലന സ്ഥാപനമേത്? ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ചോദ്യം 19. ഇന്ത്യയിലെ നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതെവിടെ? ഉത്തരം മണിപ്പൂരിൽ. ചോദ്യം 20. 2016-2017 രാജീവ് ഗാന്ധി ഖേൽ അഭിയാൻ, അർബൻ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ സ്കീം, നാഷണൽ സ്പോർട്സ് ടാലന്റ് സെർച്ച് സിസ്റ്റം പ്രോഗ്രാം എന്നിവയെ സംയോജിച്ച് ആരംഭിച്ച് ബൃഹത്തായ കായിക പദ്ധതി ഏത്? ഖേലോ ഇന്ത്യ. ചോദ്യം 21. 1992 സ്ഥാപിച്ച ഇന്ത്യയിലെ പരമോന്നത കായിക ബഹുമതി ഏത്? ഉത്തരം രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ്. ചോദ്യം 22. ഖേൽ രത്ന പുരസ്കാരത്തെ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് എന്ന് പുനർനാമകരണം ചെയ്ത വർഷമേത്? ഉത്തരം 2021. ചോദ്യം 23. പ്രഥമ ഖേൽ രത്ന പുരസ്കാരം നേടിയ കായിക താരമാരെ? ഉത്തരം വിശ്വനാഥ് ആനന്ദ്, ചെസ്, 1991-92. ചോദ്യം 24. ഖേൽ രത്ന പുരസ്കാരം നേടിയ രണ്ടാമത്തെ കായിക താരമാരെ?
ഉത്തരം ഗീത സേട്ടി, ബില്യാർഡ്സ്. ചോദ്യം 25. 1994-95 ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ വനിതയാര്? ഉത്തരം കർണം മല്ലേശ്വരി. ചോദ്യം 26. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാര്? ഉത്തരം കർണം മല്ലേശ്വരി. ചോദ്യം 27. ക്രിക്കറ്റിൽ നിന്ന് ഖേൽരത്ന നേടിയ ആദ്യത്തെ കായിക താരം ആര്? ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ. ചോദ്യം 28. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഭാരത് രത്നം, പരമോന്നത കായിക പുരസ്കാരമായ ഖേൽരത്ന എന്നിവ നേടിയ ഏക വ്യക്തിയാര്? ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ. ചോദ്യം 29. അത്ലറ്റിക്സിൽ നിന്ന് ആദ്യമായി ഖേൽരത്ന നേടിയ കായിക താരം ആര്? ഉത്തരം ജ്യോതിർമയ് സിക്ദർ. ചോദ്യം 30. ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ കേരളീയ താരമാര്? ഉത്തരം KM ബീനമോൾ. ചോദ്യം 31. ഖേൽരത്ന നേടിയ രണ്ടാമത്തെയും മൂന്നാമത്തെയും കേരളീയ കായിക താരങ്ങൾ ആരെല്ലാം? അഞ്ജു ബോബി ജോർജ്, PR ശ്രീജേഷ്. ചോദ്യം 32. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ കേരളീയൻ ആര്? ഉത്തരം മാനുവൽ ഫെഡറിക്. ചോദ്യം 33. ഒളിമ്പിക് മെഡൽ നേടിയ രണ്ടാമത്തെ കേരളീയൻ ആര്? ഉത്തരം PR ശ്രീജേഷ്. ചോദ്യം 34. ഒളിമ്പിക് മെഡൽ നേടിയ രണ്ട് കേരളീയരും ഏത് കായിക ഇനത്തിൽ നിന്നുള്ളവരാണ്? ഉത്തരം ഹോക്കി. ചോദ്യം 35. 1961 ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ പ്രധാന കായിക ബഹുമതി ഏത്? ഉത്തരം അർജുന അവാർഡ്. ചോദ്യം 36. 1965 അർജുന അവാർഡ് നേടിയ ആദ്യത്തെ കേരളീയൻ ആര്? ഉത്തരം C ബാലകൃഷ്ണൻ. ചോദ്യം 37. അർജുന അവാർഡ് നേടിയ രണ്ടാമത്തെ കേരളീയ താരം ആര്? ഉത്തരം TC യോഹന്നാൻ. ചോദ്യം 38. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി വനിതയാര്? ഉത്തരം KC ഏലമ്മ. ചോദ്യം 39. കായിക രംഗത്തെ മികച്ച പരിശീലകരെ ആദരിക്കാനായി 1985 ഏർപ്പെടുത്തിയ പുരസ്കാരം ഏത്? ദ്രോണാചാര്യ അവാർഡ്. ചോദ്യം 40. പ്രഥമ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ കേരളീയൻ ആര്? ഉത്തരം OM നമ്പ്യാർ. ഇത്രയാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സായി വീണ്ടും കാണാം. താങ്ക് യു.